കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ആ സാംസ്കാരിക ദേശീയത വക്താക്കളായിട്ടുള്ള BJP-ക്കാർ ഇപ്പോ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഓ എന്താ സംഭവം പറ കേക്കട്ടെ. ഭഗവാൻ ശ്രീരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് നിർമ്മിച്ച ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ നിക്ഷേപിച്ച നാണയത്തുട്ടുകൾ വരെ അടിച്ചു മാറ്റുന്ന നിലയിലേക്ക് എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. ഈ രാജ്യത്ത് BJP പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് കോടാനുകോടി രൂപ സംഭാവന ചെയ്ത് ആ പണമൊന്നും ഇപ്പൊ കാണാനില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അതെല്ലാം BJP-യുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും നേതാക്കന്മാർ അവിടുന്ന് മോഷ്ടിച്ചെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ തറവാടിന്റെ ഞാൻ നേരത്തെയും ഈ സഭയിൽ പറഞ്ഞതാണ്, വിശ്വാസം എന്നുള്ളത് BJP-ക്ക് കേവലമായിട്ടുള്ള പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. 100% ഞാൻ യോജിക്കുന്നു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇടതുപക്ഷവും അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് പണം മോഷ്ടിച്ച BJP-യും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്.